ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സീക്കീസിയും ശിവാനിയും എല്ലാവരും കൂടി നമ്മുടെ ഗൗതമിനെ കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രണവന് തന്നെയാണ് ഇരയാക്കണതും. അതിനായിട്ട് നമ്മുടെ CKCയും ഗുണ്ടകളും കൂടിയിട്ട് ഏർപ്പാട് ചെയ്ത കുറച്ച് ആളുകൾ നമ്മുടെ പ്രണവനെ നിർബന്ധിച്ച് കുടിപ്പിക്കണം കേട്ടോ. പ്രണവ് ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് കുടിപ്പിക്കും. അതിനുശേഷം പ്രണവനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈശ്വര ഗ്രൂപ്പും പിന്നെ പ്രണവനെ താത്തി കെട്ടി പറയും, ഗൗതമി പൊക്കി പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രണവന് ദേഷ്യം വരുമ്പോൾ അവർ തമ്മിൽ അടിയും. അങ്ങനെ അടിയായപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ അതിന് ഓസിനെ കുടിച്ചിട്ട് ഞങ്ങളടിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആരെടാ, ഞാൻ വേണ്ടെന്നുകൊണ്ട് നിങ്ങളല്ലേ എനിക്ക് മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പുരിഞ്ഞടി. ആ അടി സമയത്ത് ബാറിൽ ബഹളം ഉണ്ടായപ്പോൾ മാനേജർ എല്ലാവരും കൂടി വന്നിട്ട് എല്ലാവരും കൂടി പിടിച്ച് പുറത്തേക്കാക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നോക്കി ചിരിക്കുകയാണ് കേട്ടോ, ആസ്വദിക്കുകയാണ് നമ്മുടെ CKC. അപ്പോൾ CKC കൂടെയുള്ള ആളോട് പറയുന്നുണ്ട്, എന്നാൽ ഇവരോട് പറഞ്ഞ പോലെ ചെയ്യാൻ പറയും, എന്നിട്ട് താൻ ഗൗതമിന് ഫോൺ ചെയ്യുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഗൗതം തട്ടിക്കൊണ്ട് പോയിട്ട് കെട്ടിയിട്ട പോലെ ആക്കിയിട്ട് പ്രണവിനെ നമ്മൾ വിശ്വസിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവർ കറക്റ്റ് സ്ഥലത്ത് പറഞ്ഞ പോലെ പ്രണവിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവർ പ്രണവിന് സംശയം തോന്നാൻ വേണ്ടിയിട്ട് ഗൗതമിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഈ ഗൗതം സാർ ഇത് എവിടെ പോയി കിടക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രണവിൻ്റെ വിചാരം എന്താ വെച്ചാൽ ഗൗതം തന്നെയാണ് ഇത് ചെയ്തിരിക്കണേന്നാണ് കേട്ടോ, സ്വത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കണേന്നാണ്. അപ്പോൾ ഈ സമയത്ത് CKC ആളുടെ അടുത്ത് വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ CKCയുടെ കൂടെയുള്ള ആൾ ഈ സമയത്ത് ഗൗതമിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അനിയൻ ഇവിടെ കുടിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് രണ്ടുപേര് കൂടി ഇതേ തട്ടിക്കൊണ്ട് പോലെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എവിടെ കൊടുന്ന് കെട്ടിയിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ എവിടെ ചോദിക്കും കേട്ടോ ഗൗതം. അപ്പോൾ പറയും, ഞാൻ ലൊക്കേഷനൊക്കെ ഞാൻ ഇട്ട് തരാം, വേഗം ചെന്ന് രക്ഷിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗതം ആരോടും പറഞ്ഞില്ലേ, ഗൗതം ആകെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ നിന്ന് ഓടി പടഞ്ഞങ്ങോട്ട് പോരും. എന്നിട്ട് ലൊക്കേഷൻ മാപ്പ് ഇട്ട് കൊടുത്തതനുസരിച്ചിട്ട് നമ്മുടെ പ്രണവിനെ കെട്ടിയിട്ട് കൊടുത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ പ്രണവിൻ്റെ വിചാരം അപ്പോഴും എന്താ, ഗൗതം നാടകം കളിക്കുകയാണ്, ഗൗതമാണ് ഇതൊക്കെ ചെയ്തിരിക്കണേന്നാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഗുണ്ടകളെ കൂടിയിട്ട് അടികൂടി, ഗുണ്ടകൾക്ക് ഇപ്പോൾ അത്ര ആവശ്യമല്ലേ ഉള്ളൂ. അങ്ങനെ അവർ പോയി. അപ്പോൾ ഗൗതം കെട്ടൊക്കെ അഴിച്ച് നമ്മുടെ പ്രണവിനെ കൊണ്ടുവരികയാണ് കേട്ടോ. കൊണ്ടുവരാനായിട്ട് നിൽക്കുമ്പോൾ കയ്യൊക്കെ അടിച്ചിട്ട് നമ്മുടെ പ്രണവ് പറയുന്നുണ്ട്, നിൽക്കാൻ വയ്യ എന്നാൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ, മനസ്സിലായി നല്ല നാടകം, നന്നായിട്ട് നീ അഭിനയിക്കുന്നുണ്ട്, നീ എന്നെ ഗുണ്ടകളെ വെച്ചിട്ട് എന്നെ അടിച്ചിട്ട് ഇവിടെ കൊടുന്ന് കെട്ടിയിടുന്നു, എന്നിട്ട് നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയാറുള്ള പോലെ. അപ്പോൾ നിനക്ക് എന്തായാലും പ്രാന്തുണ്ട്, എനിക്ക് എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മുടെ പ്രണവിൻ്റെ തലയ്ക്ക് കയറില്ല, പ്രണവാണെങ്കിൽ നല്ല ഫിറ്റുമാണ്. അങ്ങനെ ഒരുവിധം പിടിച്ച് വലിച്ച് ഗൗതം വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കണമില്ല കേട്ടോ. പിടിച്ച് വലിച്ച് എങ്ങനെയൊക്കെയോ കൊടുന്ന് കാറിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്ന ഭാഗമൊക്കെ ഒരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് ഗൗതം നമ്മുടെ പ്രണവിനെ ഉപദ്രവിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്ക് ആക്കിയിട്ട്, അപ്പോൾ ഈ പിടിവലിക്കാണല്ലോ നടക്കുന്നത്. നമ്മുടെ ഗൗതമാണ് ഇതൊന്നും അറിയണമില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ കൊടുന്ന് വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ 6 മണി ആകെ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് പ്രണവ് ഇങ്ങനെ കുടിച്ച് ആകെ ബോധം കെട്ടിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും കയ്യിൽ നിന്നൊക്കെ കുതിർന്ന് നമ്മുടെ പ്രണവ് വീഴുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടി അവിടെ പിടിച്ചൊതുക്കി ഇരുത്തി വേറെ നിവൃത്തിയില്ലാണ്ടായപ്പോൾ എല്ലാവരും കൂടിയിട്ട് മുറിയിലിട്ട് പൂട്ടിയിട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാറു പറയുന്നത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രണവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, വേണ്ട അമ്മേ, ഇപ്പം അവൻ്റെ സ്ഥിതി ശരിയല്ല, അവനിപ്പോൾ റൂം തുറന്നു കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് പോവും, അതുകൊണ്ട് അമ്മ ഇപ്പോൾ ഭക്ഷണമൊന്നും കൊടുക്കണ്ടെന്ന് പറയും. അങ്ങനെ പാറുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് തുറക്കാൻ നിൽക്കുമ്പോഴേക്കും പ്രണവ് അവിടെ കിടന്നിട്ട് ബഹളവും വാതിൽ ചവിട്ടി പൊളിക്കലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെങ്ങനെയെങ്കിലും ശിവാൻ്റെ കൂടെ പോവാതെ പ്രണവനോട് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. പ്രണവാണെങ്കിലോ പൂർണ്ണമായിട്ട് ഇപ്പോൾ ശിവാനി വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ശിവാനിയാണെങ്കിൽ ഫുൾ പ്ലാൻഡാണ്. ശിവാനി തലേ ദിവസം വന്നിട്ട് അമ്മേനെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പ്രണവിൻ്റെയും സ്വത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കിയിട്ട് നിധീനെയും പാറുവിനെയും ഒക്കെ പ്രകോപിപ്പിച്ചിട്ട് അവരുടെ ആ വീഡിയോസൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ശിവാനിൻ്റെ അമ്മയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ പിടിക്കുന്നത്. ശിവാനി ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഇവരെന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുക, എന്നിട്ട് ഇവർക്കെതിരെയുള്ള വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഫുൾ വീഡിയോ ശിവാൻ്റെ വക എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രണവാണെങ്കിൽ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഇവർ വാതിൽ തുറക്കാണ്ട് അപ്പുറത്ത് നമ്മുടെ ഗൗതം പറയട്ടെ എന്തെന്നെ പറഞ്ഞാലും തുറക്കാൻ പോകണില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ജനലയുടെ പോയി നിൽക്കുന്നുണ്ട്. ഇവിടെ വന്ന് നിൽക്കണം, മര്യാദയ്ക്ക് വാതിൽ തുറന്ന് വിടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു പറയുന്നുണ്ട്, നീ വേണ്ട മോനെ, നീ അമ്മയല്ലേ പറയണേ, നീ ഇവിടെ തന്നെ താമസിക്കും, നീ ശിവാൻ്റെ അടുത്തേക്ക് പോകണ്ട, അവൾ നിൻ്റെ ജീവിതം നശിപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയണേന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അമ്മോട് തട്ടി കയറുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ദത്തുമോൻ എന്നെ കൊണ്ടുപോയി കെട്ടിയിട്ട് നാടകം കളിച്ചിട്ട് നിങ്ങളും അതിന് കൂട്ടുന്നത്, നിങ്ങൾക്ക് നാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മര്യാദയ്ക്ക് തുറന്നു വിടണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയണില്ല, നീ എന്തെന്നെ പറഞ്ഞാലും നിന്നെ തുറന്നു വിടേണ്ട ലക്ഷണമില്ല എന്ന്
ഉദ്ദേശമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വസു പറയുന്നുണ്ട് നിങ്ങൾ തുറന്നു വിട്ടു, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, അവനൊന്നും വിശ്വസിക്കാൻ പോകണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നത് എൻ്റെ പ്രണവേ, ഗൗതമല്ല നിന്നെ കൊണ്ടുവന്ന് കെട്ടിയിട്ടത്, നിൻ്റെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നതാണ് നമ്മുടെ ഗൗതം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾ മതി, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി നാടകം കളിച്ചത് മതി, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ശിവാനി പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്ക് ആകെ നല്ലത് ചെയ്യണത് എൻ്റെ ശിവാനി മാത്രമാണ്, അവളാണ് എൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശിവാനിനെ കുറേ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ആകെ കേട്ട് ദേഷ്യം വന്നിട്ട് നിൽക്കണം. അപ്പോൾ വസു പറഞ്ഞിട്ട് അവൻ എന്ത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകണ്ടില്ല, എവിടെയെങ്കിലും പോയി തൊലയട്ടെ, തുറന്നു വിടുന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ വസു. അവസാനം പ്രണവ് പറയുന്നുണ്ട് ശരി, എന്നെ തുറന്നു വിടാനുള്ള ഉദ്ദേശമില്ല, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എവിടേക്കോ പോയി എടുത്തിട്ട് എന്തോ കയറ് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് കുരുക്കൊക്കെ ഇട്ട് തൂങ്ങാൻ നിൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ, എൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യണത്, ചെയ്യേ, ഞാനാ ചാവാൻ പോവുക, നിങ്ങൾ സ്വത്തൊക്കെ നിങ്ങളെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളം വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഓടി അകത്തേക്ക് വാതിലൊക്കെ തള്ളി തുറന്നു അകത്തേക്ക് ഓടിയെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കറക്റ്റ് സമയത്ത് തന്നെ ശിവാനി ഇതാ പോലീസിനെയും കൂട്ടിയിട്ട് ഉമ്മറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഗൗതം ഓടി വന്ന് എങ്ങനെയൊക്കെയോ ഈ കയറൊക്കെ വലിച്ച് കളഞ്ഞ് നമ്മുടെ പ്രണവിനെ എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ശിവാനിയും പോലീസുകാരും കൂടിയിട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നത് എന്താ പറ്റി പ്രണവ്, എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ആകെ ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പോലീസുകാരൻ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ഇവിടുന്ന് ആ റൂമിലേക്ക് ഒന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എടുത്ത് ഹാളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശിവാനിയുടെ വക അവിടെ പറയുന്നുണ്ട് സ്വത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ നോക്കിയതാണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർ ചോദിക്കേണ്ടത് എന്താ ഗൗതം ഇത്, ഇങ്ങനെ ഒരു കേസ് കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പോലീസിനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കേണ്ടത് എന്താ ഗൗതം ഇതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രണവാണ് ഈ ശിവാനിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ പോലീസ് അങ്ങനെ കൂട്ടാടിയപ്പോൾ എല്ലാവരും പോലീസ് പറയണതും ഉണ്ടായിരിക്കും. എന്നിട്ട് പ്രണവിനോട് ചോദിക്കേണ്ടത് എന്താ ഉണ്ടായി പ്രണവ് എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പറയണത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ബാറിൽ അടി ഉണ്ടായി, എന്നിട്ട് ഗൗതം ആൾക്കാരെ കൂടെ ഒന്ന് കൂട്ടി കെട്ടിയിട്ടു, അതിനുശേഷം ഗൗതം വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ പ്രണവ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗൗതം തട്ടിക്കൊണ്ടുപോയത് ഒക്കെ ആയിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ ചോദിക്കേണ്ട എന്താ ഗൗതം ഈ പറയുന്നതൊക്കെ ശരിയാണോ ചോദിക്കേണ്ടിട്ട്. അല്ല സാർ, എനിക്കിങ്ങനെ ഒരു ഫോൺ വന്നു, അപ്പം ഞാൻ പോയിട്ടാണ് ഇവനെ രക്ഷിച്ചിട്ട് കൊടുത്തത്, എനിക്ക് എന്തിനാ സാർ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പ്രണവും ശിവാനിയും കൂടി ഇതിനെ എതിർക്കാണ് കേട്ടോ. എന്നിട്ട് ശിവാനിയെ വീഡിയോ കാണിച്ചു കൊടുക്കും, അതായത് പ്രണവിനെ വലിച്ചു കൊണ്ടുപോകണതും കാറിൽ കയറ്റി ഇടണതൊക്കെ. അപ്പോൾ നേരെ തിരിഞ്ഞു പോയില്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ പോലീസ് ചോദിക്കേണ്ട കേട്ടോ, ഇതൊക്കെ കണ്ടിട്ട് ഇവർ പറയണതിൽ എന്തോ കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലോ ഗൗതം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതല്ല സാർ, ഇവൻ കുടിച്ചിട്ട് ആകെ വീട്ടിലേക്ക് വരാൻ സമ്മതിക്കാതിരുന്നപ്പോൾ ഞാൻ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുവന്നതാണ്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഗൗതം പറഞ്ഞിട്ട് എനിക്ക് ബിസിനസ്സിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, എന്നെ എൻ്റെ കുടുംബം ബിസിനസ്സൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നോക്കണുണ്ട്. ഇപ്പോൾ ഇവൾ പറയുന്നത് വിശ്വസിക്കരുത്, ഇവൾ ഭൂലോക ഫ്രോഡാണ്. അപ്പോൾ ഇവൾക്ക് ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടിയെന്ന് സാറൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസ് ചോദിക്കേണ്ട അല്ല ശിവാനിക്ക് വീഡിയോ എവിടെ നിന്ന് കിട്ടിയെന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയേണ്ടത് അത് പിന്നെ അത് CKC തന്നതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ ശിവാനി സ്വന്തം കയ്യിലുള്ള വീഡിയോ ഉണ്ടല്ലോ, അതായത് പാറും നിധിയും കൂടി അടിക്കണ ആ വീഡിയോ അതും എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ട സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും കൂടി പിടിച്ചത്. അപ്പോൾ നമ്മുടെ ഇത് കണ്ടപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി കാണുമ്പോൾ എന്തൊക്കെയോ ഒരു സംശയമുണ്ട്, എന്തായാലും നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം ഗൗതം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് ഇതെവിടുന്ന ഈ വീഡിയോ ഇതെപ്പോൾ പിടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ പ്രധാനം, ഇതൊന്നും എങ്ങനെയും രക്ഷപ്പെടാനല്ലേ നമ്മൾ നോക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നിധി പറയുന്നത് കേട്ടോ, ഒരിക്കലും ഗൗതമനെ വിശ്വസിച്ചോളൂ, ഒരിക്കലും ഗൗതം അങ്ങനെ ചെയ്യില്ല, പ്രണവെന്ന് വെച്ചാൽ ഗൗതമിൻ്റെ ജീവനാണ്. അപ്പോഴാണ് ഈ വീഡിയോ കിട്ടിയത് എവിടുന്നാന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ CKCക്ക് എവിടുന്ന ഈ വീഡിയോ കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവാനി കിടന്ന് ഉരുളാണ്. കണ്ടില്ലേ സാറേ, ഇത് ഗൗതമനെ കുരുക്കാൻ വേണ്ടിയിട്ട് ആരോ മനഃപൂർവ്വം ചെയ്തതാണ്, ഇതൊക്കെ CKCയുടെയും ജ്യോതിർമയുടെയും പണിയാണ്. ഇതിനിടയ്ക്ക് പ്രണവ് ബോധമില്ലാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അവരെന്നെ വെറുതെ കുറ്റം പറയണ്ട, അവർ ഞങ്ങൾക്കിപ്പോൾ ദൈവങ്ങളാണ്. എന്നിട്ട് പോലീസിനോട് പറയുന്നത് ഇതൊക്കെ ഇവിടെ കിടന്നിട്ട് വെറുതെ പറയണതാണ്, സാറ് സ്റ്റേഷനിൽ കൊണ്ട് ശരിക്കും ചോദ്യം ചെയ്ത് നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഗൗതം പറയുന്നുണ്ട് കേട്ടോ, ഗൗതം ഞാൻ ഒരു വലിയ ബിസിനസ്മാൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ആദ്യം തന്നെ സാർ എന്നെയാണ് രക്ഷിക്കേണ്ടത്, സാറിന് എന്നെ വിശ്വാസമില്ലെങ്കിൽ ACP മഹേഷിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണെന്ന് പറയട്ടോ. അപ്പോൾ അയാൾ ഓ മഹേഷ് സാറിൻ്റെ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയേണ്ടത് വേഗം മഹേഷ് സാറിന് ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഗൗതമിൻ്റെ അടുത്ത്. അപ്പോൾ പോലീസ് പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ശിവാനിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ശിവാനി ഗൗതം പറഞ്ഞില്ലേ എന്തൊക്കെ കാര്യമുണ്ട്, എന്തായാലും ഇപ്പോൾ സ്വന്തം സഹോദരനെ തട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും ഗൗതമനില്ലല്ലോ. ഇനിയിപ്പോൾ അതോ തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിലും എവിടെയെങ്കിലും കൊണ്ടിട്ടല്ലേ പൂട്ടിയേണ്ടത്, അല്ലാണ്ട് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ ശിവാനി പറയുന്നത് എന്താ സാർ പെട്ടെന്ന് എന്തപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ പ്രണവും പറയണ്ട കേട്ടോ, ACP ഫ്രണ്ടാന്ന് വിചാരിച്ചിട്ട് കുറ്റവാളികളെ വെറുതെ വിടാൻ പാടുണ്ടോ.
അപ്പം നമ്മുടെ പോലീസ് ചോദിക്കണ്ട കേട്ടോ, നിങ്ങൾ ആദ്യം തന്നെ നല്ല മദ്യലഹരിയിലാണ്, ഇങ്ങനെ ഒരു മദ്യപാനിയുടെ വാക്ക് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ ഈ കുടുംബം കണ്ടിട്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നണില്ല. ശിവാനി പറയണ്ടേ, സാർ എന്തപ്പോൾ ഇത് ഗൗതമിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ പറയും, മാഡം നിങ്ങൾ കംപ്ലൈൻറ്റ് എന്തായാലും നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണാനില്ല എന്നാണ്, ഇപ്പോൾ അവർ കിട്ടിയില്ലേ, പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളിനെയും കൂട്ടിയിട്ട് നമ്മുടെ പോലീസുകാരും പോയിട്ടോ. അങ്ങനെ ഇത്തവണ ഈ ശിവാനിയുടെ പിടിയിൽ നിന്ന് നമ്മുടെ ഗൗതം രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശിവാനി. ഇത് എപ്പോൾ ഗൗതമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.